ഇനി തിരുവനന്തപുരം നഗരസഭയിലേക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലേക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കാപ്പ കേസിൽ കലങ്ങി മറിയുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധത്തിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. LDF BJP കൗൺസിലർമാർ ഏറ്റുമുട്ടി. LDF കൗൺസിലർമാർ സ്ത്രീകളെ ആക്രമിച്ചുവെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ആരോപിച്ചു. അദ്ദേഹം കയറി വന്നപ്പോൾ മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി ഇരുന്നത് പോലെ തന്നെ CPM കൗൺസിലർമാരെല്ലാം അദ്ദേഹത്തെ തള്ളിയിടുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വനിതാ കൗൺസിലേഴ്സ് അടക്കം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവരെയും തള്ളിയിട്ട് അവരുടെ പുറത്തുകൂടി കയറിയിരുന്ന് ഞങ്ങൾക്കൊന്നും എണീക്കാൻ പറ്റാത്ത സാഹചര്യം. എല്ലാവർക്കും പരിക്കുണ്ട്. ഞങ്ങളെയൊക്കെ പുറത്തുകൂടെയാണ് ഈ പുരുഷ കൗൺസിലർമാരടക്കം പുറത്തുകൂടെ വന്ന് വീണിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർക്ക് അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറണ്ടേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയവരും കയറ്റില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് രാവിലെ മനഃപൂർവ്വം, കാരണം 3 ദിവസമായിട്ട് അവർ പുറത്ത് സമരം ചെയ്യുകയാണ്. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് സമരം ചെയ്യാം, ആർക്കും സമരം ചെയ്യാം. ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങളും മുൻ മേയർക്കെതിരെ ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേസമയം ആക്രമണം അഴിച്ചുവിട്ടത് BJP കൗൺസിലർമാരാണെന്നാണ് LDFന്റെ ആരോപണം. മേയർ ആക്രോശിച്ചുകൊണ്ടാണ് വന്നത്. ഉറപ്പ്, ഞങ്ങൾ കള്ളം പറയുന്നതല്ല. പരിശോധിക്കാം, നിങ്ങൾക്ക് ഏത് വീഡിയോയും പരിശോധിക്കാം. ഞങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല. മേയറെ തടയാൻ ശ്രമിക്കുന്നത് മേയറുടെ വരവ് കണ്ടാൽ അറിഞ്ഞൂടെ. ഞങ്ങൾ വഴിമാറത്തൊരു കൗൺസിലർമാരെ ഞാൻ പോകാൻ വന്നേല മാറടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു മേയർ വരുമ്പോൾ ആ മേയറുടെ ലക്ഷ്യം മേയറെ തടയാൻ നിന്നവരെ സമാധാനപരമായി മാറ്റുകയല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം, അതിന്റെ അപ്പുറത്തും കൂടെ മേയർക്ക് വേണമെങ്കിൽ വാതിലൂടെ കയറാം. മേയർ എല്ലാവരും അക്രമം ഉണ്ടാക്കി വീഴുമ്പോൾ സ്വാഭാവികമായി അതിന്റെ പുറത്ത് ആരെങ്കിലും വീണിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. മേയറാണ് അക്രമം ഉണ്ടാക്കിയത്. എന്നാലും സംഘർഷത്തിൽ 6 LDF കൗൺസിലർമാർക്കും മേയർ ഉൾപ്പെടെ 4 BJP കൗൺസിലർമാർക്കും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ ശൈലിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത് എന്നും ആഭ്യന്തര വകുപ്പിന് എന്തുകൊണ്ട് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ സാധിച്ചില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. എതിരാളികളെ കായികമായി ആക്രമിച്ച് ഇല്ലാതാക്കുന്ന, ശാരീരികമായി ആക്രമിച്ച് ഇല്ലാതാക്കുന്ന കണ്ണൂർ ശൈലിയാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത്. കോർപ്പറേഷൻ ഓഫീസിന്റെ പുറത്ത് സമരം ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ മേയറുടെ ചേംബറിന് പുറത്ത് മേയറെ അകത്തേക്ക് കടത്തിവിടില്ല, അദ്ദേഹത്തെ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സമീപനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിക്കും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ തരത്തിൽ അക്രമം അഴിച്ചുവിടുമ്പോൾ മേയർക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അക്രമത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് രാജു ചന്ദ്രശേഖറും പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്നലെ മുതൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത് കയ്യാങ്കളിയിലേക്കൊക്കെ മാറുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായതല്ലേ? അസിത, തീർച്ചയായും പൂർണ്ണമായ രാഷ്ട്രീയമാണ് ഇന്നിപ്പോൾ നഗരസഭയിൽ കണ്ടത്. നഗരസഭയിലെ കയ്യാങ്കളിയെല്ലാം രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ്. നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനാണ് കാപ്പ കേസിൽപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. ഈ സുഗതനെ, കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം, സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF ആരംഭിച്ച റിലേ സത്യാഗ്രഹ സമരം അത് കോർപ്പറേഷന്റെ മുന്നിൽ പുരോഗമിക്കുകയാണ്. ആ പ്രധാനപ്പെട്ട കവാടത്തിൽ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിധി വരുന്നത്. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദൈവത്തിന്റെ പേര്, അതായത് ദേവന്റെയും ദേവിയുടെയും ഒപ്പം ബലിദാനികളുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവ് വന്നത്. 4 ആഴ്ചക്കകം ഇവർ വീണ്ടും പുനഃപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പക്ഷേ ഈ ഭരണ പ്രതിസന്ധി ഉടലെടുക്കും എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി കണ്ടു തന്നെ BJP ഭരണസമിതി മണിക്കൂറുകൾക്കുള്ളിൽ 19 കൗൺസിലർമാരെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ ബാക്കിയുള്ളത് ആർ സുഗതനാണ്. അതുകൊണ്ട് തന്നെ LDF തുടർന്ന് വന്ന സമരം അവർ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇന്നുണ്ടായത്. ഇന്നവർ നഗരസഭാ ആസ്ഥാനത്ത് കയറി LDF കൗൺസിലർമാർ ഇന്ന് മേയറുടെ ഓഫീസിന് മുന്നിൽ അവർ ഇന്ന് പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടെയായിരുന്നു ഈ LDF കൗൺസിലർമാർ അവിടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 12 മണിയോടുകൂടെയാണ് മേയർ നഗരസഭയിലേക്ക് എത്തുന്നത്. മേയർ എത്തുമ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു സംഘർഷം ഉടലെടുക്കാമെന്നൊരു സാധ്യതയുണ്ട്. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJP കൗൺസിലർമാർ മേയർക്ക് സംരക്ഷണ വലയം തീർക്കുന്നുണ്ട്. അതിനുശേഷം മേയർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ BJP കൗൺസിലർമാർ ഈ സമരം നടക്കുന്ന ഇടത്തേക്ക് വരുന്നത്. അവിടെ നേരത്തെ LDF കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് LDF ആരോപിക്കുന്നത് പോലെ സാധാരണഗതിയിൽ മേയറാണെങ്കിലും മേയറുടെ ഓഫീസിലേക്ക് വന്ന മറ്റ് കൗൺസിലർമാരാണെങ്കിലും ജീവനക്കാരാണെങ്കിലും മേയറുടെ ഓഫീസിലേക്ക് കടക്കുന്നതിന് മറ്റൊരു ഡോർ കൂടിയുണ്ട്. സാധാരണ അതുവഴിയാണ് പോകുന്നത്.
പ്രധാനപ്പെട്ട ഡോർ തുറക്കില്ല. ആ പ്രധാനപ്പെട്ട ഡോറിന് മുന്നിലാണ് LDF കൗൺസിലർമാർ സമരവുമായിരുന്നത്. പക്ഷേ ഇത്തവണ മേയർ നേരെ ആ പ്രധാനപ്പെട്ട ഡോറിലേക്ക് തന്നെ കടന്നു വന്നത് ആസൂത്രിതമാണ്. അത് സംഘർഷ സൃഷ്ടിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാണ് LDF ആരോപിക്കുന്നത്. മാറട എന്ന് ആക്രോശിച്ചുകൊണ്ട് മേയർ വരികയായിരുന്നു എന്നാണ് മുൻ ഡെപ്യൂട്ടി മേയറും ഇപ്പോഴത്തെ കൗൺസിലർ കൂടിയായ രാഖി രവികുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേ പ്രതികരണം LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ മേയറും അതുപോലെ BJP കൗൺസിലർമാരും പറയുന്നത് മേയറെ ഓഫീസിനകത്ത് കയറാൻ അനുവദിക്കാതെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യുകയായിരുന്നു. ഒരു സംഘർഷാന്തരീക്ഷം LDF മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് BJP ആരോപിക്കുന്നത്. ഈ കയ്യാങ്കളി അവിടേക്ക് എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന LDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി, സംഘർഷമുണ്ടായി. പല കൗൺസിലർമാർക്കും പരിക്കേറ്റു. പ്രത്യേകിച്ച് വനിതാ കൗൺസിലർമാർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 6 LDF കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു വനിതാ കൗൺസിലർക്ക് തലയിൽ 4 സ്റ്റിച്ചുണ്ട്. അതുപോലെ തന്നെ BJP കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേയറിന് കാലിൽ പരിക്കേറ്റ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കാലിൽ പ്ലാസ്റ്റർ ഇട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തി മേയറെ സന്ദർശിച്ചു. അതിനുശേഷമാണ് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അവർ സുഗതന്റെ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു, സുഗതന് സംരക്ഷണം നൽകും. പക്ഷേ ഇപ്പോൾ നഗരസഭയിൽ അരങ്ങേറുന്നത് LDFന്റെ നേതൃത്വത്തിൽ അക്രമ സമരമാണ്. കണ്ണൂർ മോഡലിൽ അക്രമ സമരമാണ്. അത് അനുവദിക്കില്ല എന്നാണ് BJP എടുക്കുന്ന നിലപാട്. പക്ഷേ LDF സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു. സുഗതൻ രാജിവെച്ചതിന് ശേഷം മാത്രമേ അവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് അവർ പറയുന്നത്. 29 കൗൺസിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ദിവസങ്ങളിലും 29 കൗൺസിലിലും ഈ ആവശ്യം ഉന്നയിച്ച് സമരം കടുപ്പിക്കാൻ തന്നെയായിരിക്കും LDFന്റെ തീരുമാനം. അപ്പോഴും സുഗതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളിലേക്ക് നഗരസഭയുടെ BJP നേതൃത്വം നൽകുന്ന ഭരണസമിതി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.